അപ്പൊ നമ്മളൊരു കമ്മിറ്റി ആവുന്ന സമയത്ത് എല്ലാവർക്കും ഒരു അഭിപ്രായം ആവണമെന്നില്ല. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെണ്ണിനെ തകർക്കാൻ ഏറ്റവും എളുപ്പം അവിഹിത ആരോപണമാണല്ലോ. ടിനി ടോമിന്റെ ഒരു സംഘം ഉണ്ട് കൂടെ. ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. അപ്പൊ നീന കുറുപ്പേച്ചിയാണ് എന്നോട് ഇത് വന്ന് പറഞ്ഞത്. കുടുംബസംഗമം നടക്കുന്നതിന്റെ തലേ ദിവസം പോലും നീന കുറുപ്പേച്ചിയെ കയ്യേറ്റം ചെയ്യാൻ വരെ പോകുന്ന രീതിയിലാണ് അവിടെ വഴക്കുണ്ടായിരുന്നത്. എല്ലാ തരത്തിലും പേടിയുണ്ടായിരുന്നു. പിന്നെ ഇത് കേട്ടതിന്റെ ഒരു ട്രോമ ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ പറയുന്ന ആളുടെ കൂടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഒരു കമ്മിറ്റിയിലിരിക്കുക? അറപ്പൊന്നുമില്ലേ? എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അത്രയും വ്യക്തിഹത്യ ചെയ്തു. അൻസിബ പറഞ്ഞതെല്ലാം സത്യമെന്ന് നടി നീന കുറുപ്പ് വ്യക്തമാക്കി. ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലേബി, അമ്മയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഇതാദ്യമായിട്ടല്ല പുറത്തു വരുന്നത്. ഈ നീന കുറുപ്പും ലക്ഷ്മിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ ഉപയോഗിക്കപ്പെട്ട വാക്കുകൾ പൊതുസമക്ഷം പറയാൻ കഴിയുന്നതുമായിരുന്നില്ല. ആ നിലയ്ക്കുള്ള വലിയ പ്രശ്നങ്ങൾ അന്നു മുതൽ തന്നെ ഉണ്ട് എന്നത് പ്രധാനമാണ്. ഇപ്പോൾ അൻസിബ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സത്യമാണ് എന്ന് നീന കുറുപ്പ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. മധു, തീർച്ചയായും അമ്മ സംഘടനയുടെ പുതിയ സാരഥികൾ അന്ന് അധികാരമേറ്റപ്പോൾ എല്ലാവരും ഏറ്റവും ശ്ലാഘിച്ചുകൊണ്ടാണ് അതിനെ വരവേറ്റത്. കാരണം ചരിത്രത്തിൽ ആദ്യമായി താരസംഘടനയായ അമ്മയ്ക്ക് സ്ത്രീ സാരഥ്യം വരുന്നു. അമ്മ പ്രസിഡന്റ്, അമ്മയുടെ പ്രസിഡന്റ് വനിതയാകുന്നു, ജനറൽ സെക്രട്ടറി വനിതയാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നന്നായി ഇത് പോകും എന്നുള്ള പ്രതീക്ഷ WCCയും അതുപോലെ തന്നെ ഇതിനെതിരെ ശബ്ദിച്ചവരുമെല്ലാം അന്ന് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായ രീതിയിലാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിൽ നിന്ന് അസ്വാരസ്യങ്ങൾ വരുന്നത്, ആരോപണ പ്രത്യാരോപണങ്ങൾ വരുന്നത്. കുടുംബ സംഘവുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവിനെ ചൊല്ലി ആദ്യം ശബ്ദമുയരുന്നു, പിന്നീട് അത് പല ഘട്ടങ്ങളിലേക്ക് പല ഉൾപ്പിരിവുകളാകുന്നു. അതിനെ തുടർന്നാണ് ഓരോരുത്തരായി ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നു. നീന കുറുപ്പിനെതിരെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ ആരോപണം വരുന്നു, ഉണ്ണി ശിവപാലിനെതിരെ ആരോപണം വരുന്നു, അതിനെതിരെ മറ്റൊരു വിഭാഗം രംഗത്ത് വരുന്നു. അങ്ങനെ പല ഗ്രൂപ്പുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നു. അതിനൊക്കെ ഒടുവിൽ ഇതിനിടയിലാണ് ഫെബ്രുവരി 21-ന് ജോയിന്റ് സെക്രട്ടറി അൻസിബ ഹസൻ ഇതിൽ നിന്ന് രാജിവെച്ചത്. അതിനുശേഷം അമ്മ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഇതിന് നൽകിയ വിശദീകരണം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് അൻസിബ രാജിവെച്ചു എന്നുള്ളതായിരുന്നു. അന്ന് തന്നെ ഇതിനുള്ളിൽ എന്തൊക്കെയോ നീറിപ്പുകയുന്നുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതിൻ്റെയൊക്കെ ആ സംശയത്തിൻ്റെയൊക്കെ മറ നീക്കിക്കൊണ്ടാണ് ഇന്ന് പരസ്യ പ്രസ്താവനയുമായി അൻസിബ ഹസൻ രംഗത്ത് വന്നത്. അൻസിബ പറയുന്നത് ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടമല്ലാതായിരിക്കുന്നു അമ്മ എന്ന സംഘടന. ഇവിടെ സമാധാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ട്രോമയിലാണ് താൻ ഇപ്പോഴും എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് ഗൗരവകരമായ സ്വഭാവമുണ്ട്. അതിനെയൊക്കെ ഇപ്പോൾ ടിനി ടോം തള്ളി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അൻസിബ ഹസൻ നേരത്തെയുള്ള ഭരണസമിതിയിലും അംഗമായിരുന്നു. വളരെ സജീവമായ ഇടപെടൽ നടത്തുന്ന ഒരു അംഗം കൂടിയാണ്. ആ നിലയ്ക്ക് സ്വാഭാവികമായി ഇത്തരം ഒരു ആരോപണം അവരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തീർച്ചയായും അത് അമ്മ പരിശോധിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇത്തരത്തിൽ താൻ ഇതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഇതിൽ ഒരു ഗൗരവകരമായ രീതിയിൽ ഇതിന്റെ പരാതിയുമായി ഔദ്യോഗികമായി രംഗത്തേക്ക് വരാനുള്ള മാനസിക നില തനിക്കില്ലായിരുന്നു. അതിന്റെ ഒരു ട്രോമയിലാണ് താൻ ഇപ്പോഴും എന്നാണ് അൻസിബ പറയുന്നത്. അതുമാത്രമല്ല, ഒരു സ്ത്രീയെ വ്യക്തിഹത്യ ചെയ്യുക എന്നുള്ള നീചമായ പ്രവൃത്തിയാണ് അമ്മയിൽ നടക്കുന്നത് എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നു. സ്വാഭാവികമായും ഈ ഒരു ആരോപണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇതിനുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ ടിനി ടോമിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രിയങ്കയുടെ പ്രസ്താവനയുമെല്ലാം നമ്മൾ കേട്ടു. എന്നാൽ ഇതിന്റെ ഒരു ഔദ്യോഗികമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം സ്വാഭാവികമായും അമ്മയുടെ തലപ്പത്തുനിന്ന് തന്നെ വരേണ്ടതുണ്ട്. അത് പ്രസിഡന്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും ഇതിന് മറുപടി പറയേണ്ടതായും ഉണ്ട്. അത് മാത്രമല്ല, ഇത് ഔദ്യോഗിക അൻസിബ ഹസന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്നത് അത് സത്യമാണ് എന്ന് പറയുകയാണ് നീന കുറുപ്പ് കൂടി. എന്തായാലും ചേരിതിരിഞ്ഞുള്ള ഒരു അധികാര യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചു, ആക്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ കൂടി ഉന്നയിക്കപ്പെടുന്നത്. അതിന്റെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുമാണ്.